ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിരയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അജ്ഞാനനിരന്തസ്യ ചക്ഷുരുന്മീലം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീശിവാചാര്യവര്യാദ്യം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ക്ഷിപ്രപ്രദാനി ഭഗവൻഗണായ ഗോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാനീടുക സർവകാലം സർവത്രകാരി സരസ്വതി ദേവി വന്ന് നാമിൽ കളിക്ക ഉപദേശുനിയാമുപോലെ യാകുന്ദേന്ദുസാരഹാരവതാം യാ ശുഭ്രവസ്ത്രാവൃതാം യാ വീണാവരദണ്ഡമന്ദിരകരാം യാ ശ്വേതപത്മാസനാം യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതികൾ ദേവൈഷതാ. സ്നേഹം, ദയാ, കാരുണ്യധന തന്നെ ഭക്തിയനുരാഗതയാദിവപുസ്ത്ര പരാത്മചൈതന്യം ഫലമറ്റേന്തി പാലിയിൽ നിന്നും പ്രകാശമരുളുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭക്തി, അനുരാഗം, ദയാവുമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണമെങ്കിൽ നിരന്തരമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥന നാമജപാദികളിലൂടെ നമുക്ക് സിദ്ധിക്കുള്ളൂ. അങ്ങനെ സിദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഇതര ജീവികളിലും നമ്മിലും ആ സ്ഫുരിക്കുന്ന ശക്തി ചൈതന്യം ഒരേ ശക്തിയുടെ വിവിധ ഭാഗങ്ങളാണ് എന്നുള്ള അവബോധം നമ്മൾ സിദ്ധിച്ചോളൂ. അങ്ങനെ സിദ്ധിച്ചാൽ യാതൊരു വിധത്തിലും വൈരാഗ്യബുദ്ധി നമുക്കൊരു വ്യക്തിയോട്, ഇപ്പൊ കുട്ടികളോട് തന്നെ പരസ്പരം നമുക്ക് തല്ലുകൊടുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആ പ്രവണതയ്ക്ക് ഇല്ലാണ്ടാകുന്ന എങ്ങനെയാണ്? എല്ലാവരും സ്ഫുരിക്കുന്ന ചൈതന്യം ഈശ്വരന്റെ അംശമാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അവരോട് നമ്മൾ കലഹിക്കില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ശക്തിവിശേഷം നമുക്ക് സിദ്ധിക്കാൻ നിരന്തരമായി നമ്മൾ ഇവിടെ വന്ന് ഭജിക്കണം. ഇവിടെ നമ്മള് രാജരാജേശ്വരി ക്ഷേത്രം വളരെ മഹത്തായ രീതിയിൽ പണിത് പ്രതിഷ്ഠാദി കാര്യങ്ങൾ നിർവഹിച്ച് നിത്യപൂജാദി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെയെല്ലാം ഫലം നമുക്ക് സിദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭഗവതിയിൽ നിന്നായ ശക്തി ചൈതന്യം നമ്മളിലേക്ക് വഴിച്ചൊഴുകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിത്യദിനായിട്ടുള്ള പൂജാദി കാര്യങ്ങൾ നമ്മൾ ഇവിടെ വന്ന് ആചാരാനുഷ്ഠാനങ്ങളോട് പങ്കെടുക്കാനും ഇവിടെ ഈ തിരുസന്നിധിയിൽ നിന്ന് നാമജപിക്കാനും നമ്മളെ കൊണ്ടാവുന്ന യജ്ഞശിഷ്ടാസനം നമ്മുടെ കഴിവിനനുസരിച്ചുള്ള യഥാശക്തി സമർപ്പണങ്ങൾ അഗ്നിസൂത്രേണ ഇനി അവരവരുടെ നാളും പേരും മനസ്സോടും സങ്കല്പിക്കുക. മമോപാത്ത സമസ്ത പാപക്ഷയാർത്ഥം സകല ക്ഷേമസ്ഥൈര്യ വീര്യവിജയ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധ്യർത്ഥം സമസ്ത ദുരിതോപ ശാന്ത്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം ജന്മ ലഗ്നാപേക്ഷയ ചന്ദ്ര ലഗ്നാപേക്ഷയ ആദിത്യാദി നവാനാം ഗ്രഹാണാം ആനുകൂല്യ സിദ്ധ്യർത്ഥം ആപദോ നാശയ നാശയ സമ്പദോ വർദ്ധയ വർദ്ധയ ആദിദൈവിക ആദി ശ്വാസത്തെ പുറത്തേക്ക് കളയാം. രണ്ടാമത്തെ മാത്രം ചിന്തിക്കുമ്പോൾ ജ്ഞാനമാകുന്ന ശ്വാസത്തെ കഴിയുക. മൂന്നാമത്തെ
നൽകിയ ശ്വാസം ഭഗവാൻ കൃഷ്ണനാണ് എന്ന് മനസ്സിൽ ധരിക്കുക. അങ്ങനെ ഈ അർത്ഥ കഴിയുന്നത് ഭഗവാൻ കൃഷ്ണനാണ് മനസ്സിലുള്ളത് എന്നുള്ള ബോധം മനസ്സിലാക്കണം. അപ്പോൾ ഞാനും ഭഗവാൻ ഒന്നാണ്, മുൻപിലിരിക്കുന്ന വരികളും എനിക്കുള്ള കൃഷ്ണൻ ഒന്നാണ്. അപ്പോൾ ഞാനാകുന്ന കൃഷ്ണൻ ഭഗവാനിലേക്ക് ഇരിക്കുന്നു. അപ്പോ ഭഗവാൻ ആർപ്പിക്കാപ്പോഴും മനസ്സിലാകുന്നതോടൊപ്പം ഭഗവാന്റെ വാത്സല്യം ഈശ്വര താതാത്മ്യം വേഗം പ്രാപിക്കാം. എല്ലാവരും ശരീരത്തിലാണ് പ്രണാമം കൊണ്ടിരിക്കുമ്പോ അവരുടെ കാര്യമില്ല. നേരത്തെ പറഞ്ഞ സ്ത്രീകളെ കൊണ്ടുവരുന്നാലും മനസ്സിലാകുന്ന ഇങ്ങനെ നാളെ വന്നു കഴിയുമ്പോൾ ഒരു ശ്വാസം പാടാൻ താമസിക്കും. ഓം ശ്രീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ വിശ്വേശ വിദ്യാമാസു പ്രയസ്തമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ വിശ്വേശ വിദ്യാമാസു പ്രയസ്തമേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ വിദ്യാമാസു പ്രയസ്തമേ.